സ്വർണത്തിന് അതിനെക്കാട്ടി വിലയാ മണ്ണിന് കേട്ടോ. ഇല്ല ഒട്ടും താക്കത്തില്ല ഡെലി, ഒട്ടും താക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് മുതലാവത്തില്ല. ഞങ്ങൾക്ക് സാറിന് ഉണ്ണുക, സാറിന് ചോറുന്നു ഒട്ടും താക്കത്തില്ല. നീ ഇനി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ വില, ഇനി 5 പൈസ താക്കത്തില്ല കേട്ടോ. അങ്ങനെ ഈ ഞങ്ങൾ 3 ലക്ഷം ചോദിച്ചേനെ, പക്ഷെ ചോദിക്കാത്തത് ഞങ്ങൾക്ക് കിട്ടുന്ന കെട്ടണ വില ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മത്സ്യത്തിലൊക്കെ നല്ല വിലയാ. കാരണം സ്വർണത്തിന് ഇങ്ങനെ വില ഇഷ്ടംപോലെ കാശ് ആളുകളുടെ കയ്യിലുണ്ട്. 10 പവൻ കൊടുത്താൽ 10 ലക്ഷം രൂപ കയ്യിലിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീട്ടുകാർ വല്ലവരും ഉണ്ടെങ്കിൽ 10 സെന്റ് വീതം ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി കൊടുക്കും. 10 സെന്റിന് 10 സെന്റ് വീതം എന്താ ആളിനെ പറഞ്ഞു എന്നിട്ട് നീ ചുമ്മാ ഇങ്ങനെ വന്നു. ആരാ നിന്നെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? ഇങ്ങനെ ചുമ്മാതെ വന്ന് കാര്യം ഒഴിക്കാൻ ഒഴിക്കല്ല. അച്ഛനെനിക്ക് 10 രൂപ കിട്ടുക, അച്ഛനെ എനിക്ക് 10 രൂപ കിട്ടുക. അപ്പൊ ഞാൻ അവിടെ പേര് വട്ടർക്ക് മരുമോട് പറഞ്ഞു, പേര് വട്ടർക്ക് ഞാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമുണ്ടോ? ഒന്നേകാൽ കോടിയതാണോ? ഞാൻ പറഞ്ഞത് കണക്കറിയില്ല. കണക്ക് ഒത്തിരി പാടാണോ കണക്ക്? ഞാൻ വിമർശിക്കുന്നതാണ്. പിന്നെന്താ കണക്കൂട്ടുക 52 അളന്നിട്ട് 1 മണിയാകുമ്പോ 9 കണക്കുള്ളൂ. അതൊക്കെ ആയിക്കോട്ടെ. 2 വെച്ച് ഞാൻ കൂട്ടിയത്. 2 വെച്ച് കൂട്ടണ്ട. അയ്യോ ഞങ്ങൾക്ക് മുതലാവത്തില്ല 2 വെച്ച് കൂട്ടിയാലൊക്കെ. 2 വെച്ച് കൂട്ടണ്ട, 2.5. ഞങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്. ഇവിടെ വസ്തുവിന് മണ്ണൊക്കെ അടിച്ചിടണം, ഒക്കെ വഴിയാക്കണം. അതാ ഒരു പാർട്ടിക്കാണ് ശരി. പാർട്ടിയെ വിളിച്ചോണ്ട് വന്നു. 2.5 കുറച്ച് കൊടുക്കത്തില്ല രവി. ഇനി അങ്ങനത്തെ വിലവേശലേ ഇല്ല. കാരണം ഞങ്ങൾക്ക് ഒരു പവൻ ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ. അതെ, ഒരു പവൻ കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപയോളമാ. അങ്ങോട്ട് കൊടുക്കാൻ ചെന്നാലോ പിന്നെ ഒന്നുപോലും കിട്ടത്തില്ല. സ്വർണ്ണവില എങ്ങനെ ചെല്ലി? ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കിടക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം കേരളം എത്രയോ സ്വർഗമാണെന്ന് കേട്ടോ. വടക്കേ ഇന്ത്യയിലെ എത്തുന്ന ആളുകളോടൊന്ന് ചോദിക്കണം. വടക്കേ ഇന്ത്യയിലെ ഗതിയൊക്കെ അറിയാമല്ലോ. ഞാൻ പോയി വടക്കേ ഇന്ത്യയൊക്കെ കണ്ടോണ്ട് എനിക്കറിയാം എങ്ങനാ എന്തുമാത്രം കഷ്ടപ്പാടാണ്. ഡൽഹിയല്ല, രാജസ്ഥാനും കണ്ട്, ഹരിയാന കണ്ട്, എല്ലാം കണ്ട്. രാജസ്ഥാനും ഹരിയാനയും ഡൽഹി എല്ലാം കണ്ട്. യു പി കണ്ട്. ഇനി അത് ഇവിടെ രാജസ്ഥാൻ കണ്ട്, യു പി കണ്ട്, ഹരിയാന കണ്ട്, ഡൽഹി കണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ബോംബെ കണ്ട്, പൂനെ കണ്ട്, എല്ലാം കണ്ട്. യു പിയില് വേണ്ട ഡൽഹിക്കടുത്ത് കിടക്കുന്ന യു പി സ്ഥലത്തൂടാ നമ്മള് ജയ്പൂരൊക്കെ പോകുന്നത്. അതുപോലെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും യു പി കൂടാ പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോഴും യു പി കൂടാ. മധുര, നമ്മുടെ ഝാൻസി റാണിയുടെ സ്ഥലം ഝാൻസി, അവിടെ എല്ലാം കൂടാ ട്രെയിൻ പോകുന്നത് കേട്ടോ. അതെല്ലാം കണ്ടതാ. നീ എന്നെ പഠിപ്പിക്കണ്ട. നോയിഡയൊക്കെ നമ്മൾ എന്ന് ഡൽഹിയിൽ നിന്ന് അതാ പറഞ്ഞേ, നോയിഡ എല്ലാം കണ്ടതാ യു പിയില്. ഗുരുഗാവ്, ലക്ഷ്മിനഗർ യു പിയിലാണോ? അന്നേ അതുമൊക്കെ കണ്ടിട്ടുണ്ട്. നീ ചെല്ല്. ഞാനും സഞ്ചരിച്ചതാ കേട്ടോ. നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാനും കണ്ട്. എടാ കർണാടക കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞാലേ ഈ ബോംബെ എന്നൊക്കെ പറയുന്നത് വെറും ചള്ളു സ്ഥലമാണ്. അല്ലല്ല, അയ്യോ ഡൽഹി, ഹരിയാന, യു പി അതൊക്കെ അല്ലാതെ പോയി കണ്ടതാ. രാജസ്ഥാനിൽ എല്ലാം നടന്നു കണ്ടതാ. രാജസ്ഥാൻ നീ ചെല്ല്. അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. ജയ്പൂരിൽ വല്ലതും അറിയാവോ? എല്ലാം കണ്ടത് അവിടത്തെയൊക്കെ നമ്മൾ കണ്ട ആൾക്കാരൊക്കെ എങ്ങനെയാണ് കേട്ടോ.
അവിടെ ഉരുളക്കിഴങ്ങും എന്നാൽ ഈ രാജസ്ഥാനിലെ ചില ഭാഗങ്ങളൊക്കെ എന്ത് കേരളം പോലൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങും സവാളയാണ് അവിടുത്തെ ഏറ്റവും വലിയ കൃഷി. അവർക്കത് മതിയല്ലോ തിന്നാനും വീതം തീർന്നു. രാജസ്ഥാനൊക്കെ ശരിക്കും കണ്ടതാണ്. ഞങ്ങളെപ്പോലെയുള്ളവര് രാവിലെ കയറ്റിക്കകത്തിട്ട് പോകും. കയറ്റി എന്ന് പറഞ്ഞാൽ പുരടത്തി, നമ്മളിവിടെ പുരടെന്ന് പറയും, എന്നെ കണ്ടെന്ന് പറയും. അവിടെ എന്താ കിട്ടാനാ കയറ്റി പോയാൽ? ഇപ്പോഴും ഒരു സവാള 1 കിലോയ്ക്ക് 1 രൂപയാണ് കിട്ടുന്നത് അവർക്ക്. പിന്നെ നീയൊക്കെ അന്ന് പോയത് അതിന് ഒരു കോൾഡ് സ്റ്റോറേജ് മുതലാളിമാരുണ്ട്, വൻകിട മുതലാളിമാരുണ്ട്. അവർക്കാ കിട്ടുന്ന കാശല്ല. അവര് ഇവിടെ കൃഷി ചെയ്യുന്നവർക്ക് 1 രൂപ, 1 കിലോ സവാളക്ക് 1 രൂപയുള്ളൂ അവിടെ. വല്ലൂടെ കഴിഞ്ഞു. ഇതെല്ലാം കൃഷി എടുത്ത് ചെയ്യുമ്പോൾ മന്തി വളരെ അവര് ചാക്കും വഴി കയറ്റി അവരുടെ ചോറും വെച്ച് 5-6 മാസം കഴിയുമ്പോൾ ഇത് ഇറക്കി കൊടുക്കും. നമുക്ക് കിലോ 26 കർഷകർ കിടന്ന് നിലവിളിക്കുന്നത് എല്ലാം അറിയാം. കർഷകർക്കൊന്നും കിട്ടാനില്ല. 1 കിലോ സവാളക്ക് അവർക്ക് കിട്ടുന്ന 1 രൂപയാണ്. നമ്മളിവിടെ വലിയ ഭാഗ്യന്മാരാ. അതാ പറഞ്ഞത്, നമ്മള് ഭാഗ്യന്മാരാ. ഒരു തേങ്ങ കൊടുത്ത 50 രൂപയാണ്. ഇവിടെ മുതലാളിമാരും തൊഴിലാളിമാരും ഒരുപോലെ. ഇവിടുത്തെ തൊഴിലാളികളെ പാവങ്ങളാ. തൊഴിലാളികളും പാവങ്ങളും, പിന്നെ കർഷകർ അതിലും പാവങ്ങൾ. വളരെ അപ്പുറമാണ് തൊഴിലാളികൾ. ഇവിടെ അതല്ല പറഞ്ഞേ, നീയൊക്കെ 40 തൊട്ട് കള്ളു കുടിച്ചൊക്കെ നടന്നു. എന്റെ കാശൊക്കെ എനിക്കും അറിയാം ഇതൊക്കെ. അതൊക്കെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. കർഷകരൊക്കെ കഷ്ടപ്പെട്ടാലും അവർക്ക് കിട്ടുന്ന 1 രൂപയാണ്. 1 കിലോ സവാളക്ക് 1 രൂപയാണ് കിട്ടുന്നത്. ഒരു ചാക്കിന് 50 രൂപ, അങ്ങനെയൊക്കെ ഉള്ളു. ഇതെല്ലാം നമ്മൾ എല്ലാം പഠിച്ചതാ, എല്ലാം കണ്ടതാ, എല്ലാവരും കണ്ടതാ. അവിടെയൊക്കെ എങ്ങനെയാ വീടെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. എങ്ങനെ അട്ടിക്ക് വീടുകളും ഇങ്ങനൊന്നും ഇങ്ങനെ ദൂരൊന്നും അല്ല. ഇങ്ങനെ അട്ടിക്ക് തൊട്ട് വീടാ. ഒരു രക്ഷകളെ വിട്ടു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം നമ്മുടെ ലേഖം മുട്ടും. അതുപോലെയുള്ള വീടുകളാ. ആണല്ലോ, ഒക്കെ അറിയാം കേട്ടോ. എല്ലാം ദൈവം എന്നെ കൊണ്ട് കാണിച്ചതാ. കേരളം എന്തുവാണോ അതുപോലെ തണുപ്പായ കൊടും തണുപ്പ്, ചൂടായ ചൂട്. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ തണുപ്പിനെയും പേടിക്കണ്ട, ചൂടിനെയും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇതുപോലെ സ്വർഗം വേറൊന്നും ഇല്ല. കേട്ടോ. ഇതൊക്കെ എനിക്ക് നല്ല തലയുള്ളതാ. ഇതെല്ലാം കണ്ടുപഠിച്ചിട്ടാ. ലവനെന്നെ വിളിക്കുന്നതാ. അവനൊരു രോഗമാണ്. അത് നടുവഴിച്ച് പിടിക്കണം. അത് രോഗങ്ങൾ തീർക്കുന്നുണ്ട്. കേസ് എഴുതിക്കൊണ്ടിരിക്കും ഇവിടുത്തെ രോഗങ്ങളൊക്കെ തീർക്കാനുള്ള. ഒരു ഭയങ്കര രോഗമാ. ഇതൊക്കെ കണ്ടുപഠിച്ചിട്ടാ വന്നത്, ചുമ്മാ അല്ല. മന്ദബുദ്ധിയല്ല ഞാൻ കേട്ടോ. ഞാൻ സയൻസ് പഠിച്ചു പ്രീ ഡിഗ്രി വരെ. അത് കഴിഞ്ഞേ LLB പഠിച്ച്, പിന്നെ MBA. അത് ബാങ്കിങ് ഇതില് മാർക്കറ്റിംഗ് MBA പഠിക്കുന്നത് വേറെ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സയൻസ്, LLB വേറെ. അറിയാമല്ലോ, സയൻസ് അല്ല LLB. പിന്നെ MBA പഠിച്ചത് വേറെ കേട്ടോ. പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പോലെ പഠിക്കുന്ന, അതുപോലെ ഫയൽ ചെയ്യുന്നത്, അത് പഠിച്ച്. അങ്ങനെ ഓലകെട്ടി ഒരവന്മാരില്ല അങ്ങനെ കേട്ടോ. ഒരവന്മാര് കേട്ടോ. അവർ ഞാൻ എടുത്ത ജോലി പോലൊന്നും ഒരവന്മാരും ഒരവന്മാരും പല രീതിയിലുള്ള ജോലിയൊന്നും ചെയ്തിട്ടില്ല. വക്കീൽ പണി ചെയ്ത്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ച ജോലി ചെയ്ത്, മുത്തൂറ്റിൽ ആന്റിവ ജോലി ചെയ്ത്, പിന്നെ SDL എന്ന് പറയുന്ന അതിൽ അസിസ്റ്റന്റ് HR മാനേജറായിട്ട് വർക്ക് ചെയ്ത്, അങ്ങനെ പലയിടത്തും ജോലി ചെയ്ത് കേട്ടോ, പല രീതിയിൽ കേട്ടോ. ഓലകെട്ടി അവനെന്നെ വട്ടം നോക്കിക്കുന്ന അവന്റെ തലയ്ക്ക് നല്ല ശരിക്കും ഓളം ഉണ്ടായിട്ടാ. അവന്റെ മോളെ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. 10ാം ക്ലാസ് അവളെ കണ്ടണം. എന്തുവാ മലപ്പുറത്ത് കൊണ്ട് വിട്ട അവള് 10ാം ക്ലാസ് പാസ്സായ തോറ്റവള്. ഞാൻ തോറ്റോന്ന് എന്റെ അമ്മയോട് ചോദിച്ചു നോക്കിയ കേട്ടാ. എന്നെ അവളെ പോയി വട്ടം വിളിക്കണം. അവർക്ക് വട്ട് വെച്ചു എന്തുവാ ജേഴ്സി പോയിട്ട് വട്ടും വെച്ച് അവള് 10ാം ക്ലാസ്സിൽ മൂക്ക് കുത്തി കിടന്നത്. ഞാനല്ല വട്ട് വെച്ച അവൾക്ക്. ഒറ്റവട്ടൊന്നും വിളിച്ചവനെ ഏതാണ്ടങ്ങ് ആവുന്നു. എന്താ രോഗം? ചേട്ട കേടുമ്പ് 2.5 ലക്ഷം രൂപയെ കുറച്ച് കൊടുക്കത്തില്ല കേട്ടോ രവി. അതുണ്ടാ കാര്യം. നിനക്ക് എന്തുവാ, നിനക്ക് കമ്മീഷൻ തരുമല്ലോ. നിനക്ക് 2.5 ലക്ഷം രൂപ കമ്മീഷൻ തരും. കച്ചവടം ഇങ്ങനെ നടന്നാൽ മതി. ഒന്നും വേണ്ട. ഒരു വിട്ടുവീഴ്ച. പിന്നെ ഞാൻ 3 ലക്ഷം ചോദിച്ചിരുന്ന അന്നേരം നീ പറഞ്ഞേ വിട്ടുവീഴ്ച. അന്നേരം ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് കിട്ടേണ്ട കാശ് ചോദിച്ചുള്ളൂ. സ്വർണ്ണത്തിന് ഇപ്പൊ ഇപ്പോഴത്തെ വില. എന്റെ സ്ഥലം വെറുതെ കൊടുക്കാനില്ല. ഇന്ന് സ്ഥലം ആളുകൾ ഓടി നടക്കുക.
രണ്ട് വെച്ച് പറയട്ടെ. വേണ്ട വേണ്ട ഇല്ല രണ്ടൊന്നും വെച്ച് കേടും മുതലാവത്തില്ല രവി നമുക്കേ